സമയത്ത് തകർക്കരുത്, കൊല്ലാക്കൊല നടത്തരുത്, വെറുതെ കളയരുത്. ഉപകാരത്തിന് ഉപയോഗപ്പെടുത്തണം, സമയത്ത് ഉപകാരത്തിന് ഉപയോഗപ്പെടുത്തണം. ഒരു പണിയില്ലെങ്കിൽ നീ ഫിക്റിലായിരിക്കണം, ചിന്തയിലായിരിക്കണം. അത് ഉപകാരമുള്ളതാണ്, ചിന്തിച്ചോ. ചിന്ത നല്ലതാണ്, നല്ല ഇബാദത്താണ്. ചൊല്ലാനൊന്നും നിനക്ക് കഴിയുന്നില്ലെങ്കിലും നീ ചിന്തിച്ചോ. ചിന്തക്ക് വലിയ കൂലിയുണ്ട്. തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 60 സനാ. 1 മണിക്കൂർ നേരം ചിന്തിച്ചിരിക്കുന്നത് 60 കൊല്ലത്തെ ഇബാദത്തിനേക്കാളും മഹത്വമാണ്. ചിന്തിക്കുക, ജീവിതത്തെക്കുറിച്ച്, ആഖിറത്തെക്കുറിച്ച്, വരും വരായകളെ കുറിച്ചൊക്കെ ചിന്തിക്കുക. സമയത്തിന്റെ മഹത്വം പഠിക്കുക. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അല്ലാഹു തആല പറഞ്ഞു, ഇതൊക്കെ സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം പറയട്ടെ, മാനവൻ നഷ്ടത്തിലാണ്, മനുഷ്യൻ പരാജയത്തിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട മസൂദ് സഖാഫി ഗൂഡല്ലൂർ ഉസ്താദ് മരണപ്പെട്ട വാർത്തയാണ് നിങ്ങൾ കേൾക്കുന്നത്. വാർത്തയാണ് ആദ്യം തന്നെ അറിയുന്നത്. നമ്മുടെ ഹാഫിദ് മസൂദ് സഖാഫി ഉസ്താദ് അവർകൾ ഗൂഡല്ലൂർ, അദ്ദേഹം മരണപ്പെട്ടുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നല്ലൊരു പ്രഭാഷകനായിരുന്നു അദ്ദേഹം, നല്ലൊരു വാളുകാരനായിരുന്നു. മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ തുളച്ചു കയറും വിധത്തിൽ പ്രഭാഷണം നിർവഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ ഹാഫിദ് മസൂദ് സഖാഫി ഗൂഡല്ലൂർ അവർകൾ. അവര് മരിച്ചുപോയി. അല്ലാഹുവേ, അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണം റബ്ബേ, സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണം റബ്ബേ. അവരുടെ ഖബറിൽ സന്തോഷവും റാഹത്തും നീ നിറച്ചു കൊടുക്കണം റബ്ബേ. ഖബർ സമാധാനത്തിന്റെ വീടാക്കി കൊടുക്കണം അല്ലാഹ്. അവരെയും ഞങ്ങളെയും അവ്വലീങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആമീൻ. 2, അവരുടെ മയ്യത്ത് നിസ്കാരത്തിന്റെ സമയം അറിയിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ മരണപ്പെട്ടിട്ടുള്ളൂ. 2 ബഹുമാനമുള്ളവരെ, മസൂദ് സഖാഫി ഉസ്താദ് നല്ല ഒരു പ്രഭാഷകനായിരുന്നു. മനുഷ്യന്റെ മരണം ഏത് സമയത്താണ് എന്ന് അത് അല്ലാഹു തആലക്ക് മാത്രമേ അറിയാവൂ. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും അവസാന നിമിഷം നന്നാകാൻ വേണ്ടി, നല്ല സമയത്ത് മരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. മരണത്തിന് സമയവുമില്ല, പ്രായവുമില്ല, ഒന്നുമില്ല, ഒരു നിശ്ചയവുമില്ല. എല്ലാം അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് മരണം. അതുകൊണ്ട് മരണപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട മസൂദ് സഖാഫി ഗൂഡല്ലൂർ, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാകാനും അതുപോലെ അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗത്തോപ്പാകാനും എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, ആ ഉസ്താദിന്റെ ഖബറിനെ വിശാലമാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാ. നമ്മുടെയും എല്ലാവരുടെയും മരണത്തെ നന്നാക്കി നല്ല സമയത്ത് ഈമാനോടുകൂടി മരിക്കാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും നീ നൽകണേ പടച്ചവനെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.